നസർ മുഖ്യമന്ത്രി കസേര പോയി ഒരു മാസം പിന്നിട്ടിട്ടും പിണറായി വിജയനെ ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. സർവാധികാരിയായി നാടുവാണ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് താൻ മുഖ്യമന്ത്രിയാണ് എന്ന് ധരിച്ചാണ് ചില പ്രസ്താവനകൾ നടത്തുന്നതും ചില പ്രവർത്തികൾക്ക് തുനിയുന്നതും. അല്ലെങ്കിൽ മേജർ രവി എന്ന സിനിമക്കാരൻ ഒരു തമാശ പറഞ്ഞപ്പോൾ പിണറായി വിജയൻ ഒരു പരാതിയുമായി പോലീസിനെ സമീപിക്കുമായിരുന്നോ? മേജർ രവിയെ ഇപ്പോൾ തന്നെ പിണറായി വിജയൻ തൂക്കിക്കൊല്ലും എന്ന വാശിയിലാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മേജർ രവി പറഞ്ഞത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്ന് മേജർ രവിയുടെ വാക്ക് കേട്ടവർക്കൊക്കെ അറിയാം. 56 വാഹനങ്ങളുടെയും 560 പോലീസിൻ്റെയും അകമ്പടിയോടെ പിണറായി വിജയൻ ഊരു ചുറ്റിയതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് മേജർ രവി ഒരു പരിഹാസം നടത്തിയിരുന്നു. PD സതീശൻ ഒരു എസ്കോർട്ട് വാഹനത്തിൻ്റെയും ഒരു പൈലറ്റ് വാഹനത്തിൻ്റെയും അകമ്പടിയിൽ ആളും ആരവവുമില്ലാതെ സലിംകുമാറിന്റെ മരണാനന്തര ചടങ്ങുകളിൽ എത്തിയപ്പോൾ ഇതായിരിക്കണം ഒരു മുഖ്യമന്ത്രി, അല്ലാതെ പിണറായിയെ പോലെ നാട്ടുകാരെ വെറുപ്പിക്കരുത് എന്ന് പറഞ്ഞതാണ് പിണറായിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇന്നസെന്റ് മരിച്ചപ്പോൾ 56 വാഹനങ്ങളും 560 പോലീസുകാരുമായി എത്തിയ പിണറായിയെ പരിഹസിച്ചുകൊണ്ട് VD സതീശനെ പ്രകീർത്തിക്കുകയായിരുന്നു മേജർ രവി. അവിടെയാണോ നമ്മൾ കാണുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ ഡിഫറൻസ് ആണെന്ന്. ഒന്ന് കാരണബോധം എന്നുള്ള പാട്ടും പാടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഞാനാണ് വരുതെന്നുള്ളത്. ഇപ്പുറത്ത് ഒരു വണ്ടി കൊണ്ട് ഈ പ്രസംഗം പിണറായിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അപ്പോൾ തന്നെ പിണറായി പ്രതികരണവുമായി രംഗത്തെത്തി. താൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല, താൻ എളിമയുടെ മകുടോദാഹരണമായിരുന്നു, തന്നെ ഇങ്ങനെ അപമാനിക്കരുത്, താനൊരു തൊഴിലാളി വർഗ നേതാവാണ് എന്ന് പറഞ്ഞ് സ്വയം ഒന്ന് മുഖം മിനുക്കാൻ ശ്രമിച്ചു പിണറായി വിജയൻ. ഇപ്പോഴിതൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ 56 വാഹനത്തിലും 560 പോലീസ് അകമ്പടിയിലും ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി എന്ന് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ മേജർ രവിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് വിജയൻ. മുഖ്യമന്ത്രിക്ക് വിജയൻ പരാതി കൊടുത്തിട്ടില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുറപ്പൊന്നുമില്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള വിജയന് അല്പം പോലും ഉളുപ്പില്ല എന്നാണ്. വിജയൻ 10 വർഷം ഈ നാട് ഭരിച്ചപ്പോൾ വിജയൻ ഒരു നിയമവും ബാധകമായിരുന്നില്ല. ആരെയും പരനാറിയെന്നും നികൃഷ്ടജീവിയെന്നും ചെറ്റയെന്നുമൊക്കെ വിളിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ആരെക്കുറിച്ചും എന്തു നുണയും പറയാനും ആ നുണ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനും വിജയൻ മടിച്ചില്ല. നുണ പറയാനും പ്രചരിപ്പിക്കാനും വേണ്ടി മാത്രം ഖജനാവിലെ പണമെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തി. എന്തിനേറെ വിജയന്റെ മകളെ അഴിമതി കേസിൽ പിടിക്കുമെന്ന സാഹചര്യം വന്നപ്പോൾ നമുക്കൊരുമിച്ചിറങ്ങാം എന്ന് പറഞ്ഞ് പാർട്ടിക്കാരോട് കലാപാഹ്വാനം നടത്തി അവരെ ജയിലിലാക്കി. അങ്ങനെ എല്ലാ തോന്നിയാസങ്ങളും കാണിച്ച വിജയനെതിരെ ഒരു തമാശ പറഞ്ഞപ്പോൾ, ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ വിജയൻ അങ്ങ് നൊന്തു. ഇങ്ങനെ എത്രയോ നുണകൾ വിജയനും വിജയന്റെ കൂട്ടാളികളും ഈ നാട്ടിലുള്ള മനുഷ്യരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്രയോ നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിട്ടുണ്ട്. അന്നൊന്നും വിജയനില്ലായിരുന്നു ഈ നീതിബോധം. ബഹുമാനപ്പെട്ട വിജയൻ പരാതി എഴുതുമ്പോഴെങ്കിലും അല്പം വിവരമുള്ളവരെ കൊണ്ട് എഴുതിപ്പിക്കണമായിരുന്നു. മേജർ രവിയുടെ പരാമർശം അപകീർത്തികരമാണ്, അതുകൊണ്ട് പോലീസ് അന്വേഷിക്കണം എന്നാണ് വിജയന്റെ പരാതി. അപകീർത്തികരമായ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നുണ പറഞ്ഞതിൻ്റെ പേരിൽ പോലീസിന് കേസെടുക്കാൻ വകുപ്പില്ലെന്ന് 10 വർഷം പോലീസിനെ ഭരിച്ച് പിണറായിക്ക് അറിയില്ലെങ്കിൽ അത് പിണറായിയുടെ കുഴപ്പമല്ല, പിണറായിയെ മുഖ്യമന്ത്രിയാക്കിയ CPMന്റെ കുഴപ്പമാണ്. ദയവായി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നുണ പറഞ്ഞാലോ അപകീർത്തിപ്പെടുത്തിയാലോ പോലീസിന് കേസെടുക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമമില്ല എന്നാണ്. പോലീസ് കേസെടുക്കുന്നത് ഒരു ക്രൈം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ക്രൈം എന്ന് പറയുന്നത് BNSലോ മറ്റേതെങ്കിലും രാജ്യത്തെ നിയമത്തിലോ എഴുതി വച്ചിരിക്കുന്ന ഒരു തെറ്റായ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഒരു വ്യക്തി ഒരാൾക്കെതിരെ ചെയ്താൽ മാത്രമേ പരാതി കൊടുക്കാനും കേസെടുക്കാനും പോലീസിന് വകുപ്പുള്ളൂ. അതേസമയം ഒരാൾ അപകീർത്തിപ്പെടുത്തിയാൽ അപകീർത്തിക്കിരയായ വ്യക്തിക്ക് അപകീർത്തിപ്പെടുത്തിയ വ്യക്തിക്കെതിരെ കോടതിയെ സമീപിച്ച് സിവിൽ കേസും ക്രിമിനൽ കേസും കൊടുക്കാൻ വകുപ്പുണ്ട്. അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്താൽ പോലീസിന് കേസെടുക്കാൻ വകുപ്പില്ല. കോടതിയെ സമീപിക്കുക, കോടതിയോടെ എന്നെ ഇയാൾ അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സാക്ഷികൾ സഹിതം ഹാജരാവുക, കോടതി ആ വ്യക്തിയുടെയും സാക്ഷികളുടെയും മൊഴിയെടുത്തിട്ട് നിലനിൽക്കും എന്ന് തോന്നിയാൽ കേസെടുക്കാൻ ഉത്തരവിടും. എന്നാലും പോലീസല്ല കേസെടുക്കേണ്ടത്, കോടതി നേരിട്ടാണ് കേസെടുക്കേണ്ടത്. മൊഴി കൊടുക്കേണ്ടതും തെളിവ് കണ്ടെത്തേണ്ടതും അപകീർത്തിക്കിരയായ വ്യക്തിയാണ്. അല്ലെങ്കിൽ സിവിൽ കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം. അവിടെയും ഉത്തരവാദിത്തം അപകീർത്തിക്കിരയായ വ്യക്തിക്കാണ്, അല്ലാതെ പോലീസിനല്ല.
അപകീർത്തിപ്പെടുത്തി എന്നതിന്റെ പേരിൽ പോലീസിൽ കേസ് കൊടുത്താൽ, പോലീസ് കേസെടുത്താൽ അത് നിലനിൽക്കുകയില്ല എന്ന് ഇനിയെങ്കിലും പിണറായി വിജയൻ തിരിച്ചറിയണം. അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് പ്രതി ചേർക്കപ്പെട്ടവർ കോടതിയെ സമീപിച്ചാൽ അത് ക്വാഷ് ചെയ്യപ്പെടും. ഇതൊക്കെയാണ് നിയമപരമായ വസ്തുത എന്ന് പിണറായിക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം. പിണറായി ഭരിച്ചിരുന്ന കാലത്ത് ഏത് നിരപരാധിക്കെതിരെയും കേസെടുക്കാൻ അനായാസം കഴിയുമായിരുന്നു. പോലീസ് ആ നിയമമൊന്നും നോക്കുമായിരുന്നില്ല. സിവിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ പോലും പ്രതിയെ പിടിച്ചുകൊണ്ട് ജയിലിലടയ്ക്കുന്നത് ഈ പോലീസിന് വശമായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊരു കാലമാണ് എന്ന് കരുതിയാണ് പിണറായി വിജയൻ ഈ പണിക്കിറങ്ങിയത്. മിസ്റ്റർ വിജയൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. നടൻ സലിംകുമാറിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെതിരെ വലിയ പ്രതിഷേധം സമൂഹത്തിൽ രൂപപ്പെടുന്നു. അവർക്കെതിരെ കേസെടുക്കും എന്ന് പോലീസ് പോലും അവകാശപ്പെടുന്നു. എന്നാൽ അതേക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതൊക്കെ നിയമം കൊണ്ട് നിയന്ത്രിക്കേണ്ട ഒരു കാര്യങ്ങളല്ല. ഞാൻ തന്നെ വളരെ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ചു. കാരണം ഈ ഓണർ കൊടുക്കാൻ പോലീസിന് പറ്റുന്നില്ല, കുടുംബാംഗങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല. വല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഞാനാണ് ആദ്യം അതിനോട് പ്രതികരിച്ചത്, നിങ്ങൾ മാറി നിൽക്കണം, കുടുംബത്തിന് ഈ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം എന്ന് പറഞ്ഞത്. അതാണ് അതിൻ്റെ കൃത്യമായ ഉത്തരം. എല്ലാം കേസെടുത്ത് പരിഹരിക്കേണ്ടതല്ല, ജനങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. കേസെടുക്കാൻ പരിമിതികളുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇല്ലാത്ത നിയമം ആർക്കും ആരുടെ മേലും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. കേസെടുക്കുമെന്ന് പോലീസ് അന്ന് പറഞ്ഞതുപോലും പിണറായി ഭരണത്തിൻ്റെ തുടർച്ചയായി അവർക്ക് ചില നിയമവിരുദ്ധ പാരമ്പര്യമുള്ളത് കൊണ്ടാണ്. ദയവായി മനസ്സിലാക്കുക, പിണറായി വിജയൻ പരാതി കൊടുക്കേണ്ടത് പോലീസിനല്ല, കോടതിയിലാണ്. അല്ലാതെ പോലീസ് കേസെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നത് ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും പിണറായി വിജയൻ കേസ് കൊടുത്താലും ഇല്ലെങ്കിലും മേജർ രവിയുടെ തലമുടി നാര് പോലും പറിക്കില്ല. ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് മേജർ രവിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: നമസ്കാരം മേജർ സാബ്, സുഖാണോ? ഭയങ്കര സുഖം. എവിടെയാണ്, കേരളത്തിലുണ്ടോ വെളിയിലാണോ? ഇല്ല, ഞാൻ ഡൽഹിയില് നമ്മുടെ ആർമിക്ക് വേണ്ടിട്ടൊരു ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്തോണ്ട്. സൂക്ഷിക്കണം, ആർമിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്ന് പൊക്കിക്കൊണ്ട് പോകും. ഇവിടെ ജാമ്യയിലെ വകുപ്പ് കേസെടുക്കുമെന്നാണ് പറയുന്നത്. അടിപൊളി. അറിഞ്ഞില്ലേ? അതെന്താണ്, ഞാന് എന്ത് പറഞ്ഞിട്ട് ഈ ജാമ്യമില്ലാ വകുപ്പൊക്കെ അറിയില്ല. അതങ്ങനെയല്ലോ, പിണറായി വിജയൻ പരാജയപ്പെട്ടാൽ ഇപ്പോഴും രാജാവിന്റെ ഒരു പാർശ്വവർത്തികളാണല്ലോ പോലീസിനെ ഭരിക്കുന്നത്. അത് തന്നെത്താൻ ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിഞ്ഞായിരുന്നല്ലോ അല്ലേ കേസ് പരാതി കൊടുത്തെന്നുള്ള കാര്യം? പരാതി കൊടുത്തിട്ടില്ല അറിഞ്ഞു. ഒന്ന് പറഞ്ഞ എന്താണ് സംഭവിച്ചത്, ഇതേക്കുറിച്ച് എന്താ പറയാ? ഇതിനെ കുറിച്ച് എന്ത് പറയാന്ന് വെച്ചാൽ, നമ്മള് ഈ നമ്മുടെ യൂട്യൂബ് ചാനലുകാര് എവിടുന്നായിരുന്നു ഒരു പടത്തിന്റെ പൂജ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ അവര് അതിനടുത്ത് ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചിട്ട് ചോദിച്ചു, സാറേ ഇന്നലെ സലീം കുമാർ സാർ മരിച്ച സമയത്ത് അവിടെ മുഖ്യമന്ത്രി വന്നതും ഇതുമായിട്ടുള്ള എന്താ പറയാൻ, ഞാൻ പറഞ്ഞത് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഒരു വണ്ടി കൊണ്ടിട്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വന്ന് കയറുന്ന കണ്ടു. അല്ലാതെ പഴയ മുഖ്യമന്ത്രിയെ പോലെ ഇന്നസെന്റ് മരിച്ച സമയത്ത് അവിടെ 55 വണ്ടി 560 ആൾക്കാരും കൂടെ ഇതൊരു പ്രാസപ്പിച്ചിട്ട് നമ്മളൊരു നമ്പർ പറഞ്ഞു. അല്ലെങ്കിലും അത് പറഞ്ഞു, അതിനിപ്പോ അത് കണക്കെടുത്തിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് പറഞ്ഞതിനാണ് ഇപ്പത് ഞാൻ വ്യാജമായിട്ടുള്ള വീഡിയോ, ഞാനൊരു വീഡിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് പറഞ്ഞ അവന്മാരത് എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് പോയി കാണും. പക്ഷെ ഞാൻ ചോദിക്കും, പിന്നീട് ഇതൊരു ന്യായീകരണം ഞാൻ കേട്ടായിരുന്നു. ഇല്ല, അങ്ങനെ വണ്ടി പോയിട്ടില്ല. പക്ഷെ ആ വണ്ടി പോയ വഴിയിലെല്ലാം ഈ ഫയർ എഞ്ചിനിൽ നിന്നൊക്കെ അവിടെ നിർത്തിയിട്ടാണ് ഇതിനകത്തോട്ട് പോയിരിക്കുന്നത്. അതിന്റെയൊക്കെ എല്ലാം പഴയ വീഡിയോ. അവിടെ ഉണ്ടായിരുന്നോ ഇന്നസെന്റ് വരുന്ന? ഇല്ല, ഞാൻ വീഡിയോയിൽ കണ്ടിട്ടില്ല. അതാ പുറത്തെല്ലാം കൂടെ ഫയർ എഞ്ചിൻ അടക്കം പോയിട്ടുണ്ട്. എന്നിട്ടൊരു വഴി പ്രാക്ടിക്കൽ വഴിയിലെത്തിയപ്പോ അവരൊക്കെ നിന്നിട്ടങ്ങ് പോയി. ഇതൊക്കെ എല്ലാം ജനങ്ങളെ പൊട്ടിച്ച് അന്നൊരു സംസാരമായിരുന്നു. ഇതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് പ്രോട്ടോകോൾ, ഒരു സൈഡിൽ നിങ്ങൾ പ്രോട്ടോകോൾ ഇന്നലെ ഏതോ ചാനലില് അരുൺകുമാർ പറഞ്ഞിട്ട് പ്രോട്ടോകോളിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. പ്രോട്ടോകോൾ എന്നുള്ളത് 88 തൊട്ട് ഞാൻ നാഷണൽ സെക്യൂരിറ്റി കാർഡുള്ളൊരു മനുഷ്യനാണ്. ഒരു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററുടെ ഒക്കെ പ്രോട്ടോകോൾ എന്ന് പറയുന്നതൊക്കെ അതുപോലെ തന്നെയായിരുന്നു ഇവിടെയൊക്കെ കാട്ടിക്കൂട്ടലുണ്ടായിരുന്നു. ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്ന സമയത്ത് ഒരാൾക്കും ആ പ്രോട്ടോകോൾ ഭേദിച്ച് പുറത്തു പോകാൻ പറ്റില്ല. ഇന്ന് ഇവരെ പ്രൈം മിനിസ്റ്റർ ആരെങ്കിലും മരിച്ച സ്ഥലത്തേക്ക് പ്രോട്ടോകോൾ ഇല്ലാതെ പോയിട്ടില്ല. അദ്ദേഹം പ്രോട്ടോകോൾ ആയിട്ട് തന്നെയാണ് പോകുള്ളൂ. അപ്പൊ ഇത് പോയില്ല എന്ന് പറയുന്ന സമയത്ത് ആ ഇടവഴി കൂടെ പോകാൻ പറ്റാനായിട്ടാണ് പ്രോട്ടോകോൾ പുറത്തു വെച്ചിട്ട് പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ബ്രോക്കൺ ദ സെക്യൂരിറ്റി ബ്രീച്ചസ്. അപ്പൊ അത് ആർക്കും അധികാരമില്ല. കാരണം അത് ആ സെക്യൂരിറ്റിക്കാർക്ക് നാളെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ
സെക്യൂരിറ്റിക്കാരോടാണ് ഇത് ചോദിക്കുന്നത്. അപ്പൊ ആരോട് പറഞ്ഞിട്ടാ ഈ പ്രോട്ടോകോൾ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പോയിരിക്കും? ഒരു സൈഡിൽ നിങ്ങൾ അത് പറയുന്ന പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയിരുന്ന കോപ്രായങ്ങളെല്ലാം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ കോപ്രായങ്ങളെല്ലാം വെറുതെ കാട്ടിക്കൂട്ടലുകളായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് പോകും, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തടത്ത് നാട്ടിൽ പൊതുജനത്തിന്റെ ഇടയിൽ കൂടെ ചീറി പാഞ്ഞ് എല്ലാവരും ഹോണം അടിച്ച് എന്തോ ഒരു യുദ്ധം പോലെ ഒരു പ്രാവശ്യം വരെ കോൺവോയ് മുഴുവൻ കൊണ്ട് ഇടിച്ച് നിർത്തിയില്ലേ? 6 വണ്ടികൾ ഒരുമിച്ച് ഇടിച്ചില്ലേ കോൺവോയ്? അപ്പം ഇതൊക്കെ ഇത് പറയുമ്പോ 55 വണ്ടിയാണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് പ്രാസൂപ്പിച്ച് ഞാൻ പറയും. അതിനകത്ത് 55 വണ്ടി 560 ഇത് 10 ഇതൊക്കെ പറയുമ്പോ നമ്മളിത് പറയുന്ന സമയത്ത് പറയും. അത് അത്രയില്ല എന്നുള്ളതല്ല. നാട്ടുകാരെ നിങ്ങൾ ഈ 10 വർഷം വിഷമിപ്പിച്ചിട്ടില്ലേ? ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം. അതിനകത്ത് ഇപ്പൊ എന്നെ തൂക്കിക്കൊല്ലാനുള്ള കേസും വകുപ്പൊക്കെ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ട് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്. പിന്നെ പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് എന്റെ പേരിൽ കേസ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ there is something I got. എനിക്ക് അപ്പൊ അത്രയും ഇതാണെങ്കിൽ ഞാനിപ്പോ അതിനെ അങ്ങനെയാണ് കാണുന്നുള്ളൂ. ഏതായാലും വന്നിട്ട് ഇതുവരെ എന്നെ ആരും വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തോളാം. എന്തായാലും ഇതിൽ പേടിക്കാൻ പോകുന്നില്ല. ഈ ചിരിയിലെല്ലാം ഉണ്ട്. ഇതിലും വലിയതെല്ലാം എന്തെല്ലാം ആൾക്കാരെന്തെല്ലാം പറയും, എന്തെല്ലാം ചെയ്യും. പക്ഷെ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് അറിയാം, ഇത്രയും ചീപ്പാണോ എന്നുള്ളൊരു തോന്നൽ തോന്നും. ഒരാൾക്ക് ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്തിനാ വിഷമിക്കുന്നത്? ചെയ്യുമ്പോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഒരു അധികാരമില്ലാതെ മാറി നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കാണിച്ചെന്ന് പറഞ്ഞിട്ട് അതും ഞാൻ പറഞ്ഞൊന്നുമില്ലേ. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇത് കാണിച്ച് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഈ ഒരു വണ്ടി 2 വണ്ടിയായിട്ട് പോകണം. അല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ജനങ്ങൾ നിങ്ങളെ അതുപോലെ കാണുള്ളൂ. അല്ലെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഈ കേരളത്തില് ഇതുപോലെ നമ്മൾ ആരെ കണ്ടിരിക്കും? എത്ര മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്? എനിക്കിപ്പോ 68 വയസ്സായി. ഞാൻ കുറെ മുഖ്യമന്ത്രി ഒരു ആളും ഇത്രയും വലിയ ഇതായിരുന്നു കരുണാകരൻ സാറൊക്കെ. എല്ലാ മാസം ഗുരുവായൂർ പോരുന്ന ഒരു പൈലറ്റ് ജീപ്പും അതിന്റെ പുറകിൽ അംബാസഡർ കാറുമായിട്ട് പോരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഇവരെയൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ കാണുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു മാറ്റം കൂടെ കണ്ടപ്പം ഇത് പറഞ്ഞത് ശരി തന്നെയാണ്. ഇതിനിപ്പോ ഏതാണ് വകുപ്പ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏത് വകുപ്പായാലും നമുക്കത് ഫേസ് ചെയ്യാൻ മാത്രമല്ലേ ഉള്ളൂ. എന്തായാലും പിണറായിയോട് എന്താ ഉപദേശം പറയാനുള്ളത്? ഇനിയെങ്കിലും ഒന്നും പഠിക്കൂ അല്ലെ? ഇനിയെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞാല് യാഥാർത്ഥ്യം മനസ്സിലാക്കൂ. എനിക്കത് യാഥാർത്ഥ്യങ്ങളെ ഇനിയും മനസ്സിലാക്കൂ. വാട്ട് യു ആർ എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇപ്പൊ ഇന്ന് ഞാൻ വേറൊരു സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയോ കണ്ടിരുന്നു. ആ വീട്ടിൽ താമസിക്കുക, എന്താണ് സന്ദർശകരെ ഒഫീഷ്യൽ വീട്ടിലോട്ട് വരത്തില്ല, അതിന് വേറെ ഓഫീസ് വേണം. അത് എനിക്ക് സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയാം. ഏതെങ്കിലും ചാനലുകാരൻ മരപ്പടച്ചുവിട്ടതായിരിക്കും, അതും എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ കാണുന്ന സമയത്ത് എന്ത് പറ്റി മനുഷ്യൻ എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ്, ഞാൻ സത്യം പറയട്ടെ, എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെയും കമ്മ്യൂണിസത്തിനും എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ 10 വർഷത്തിലത്തെ ഡിറ്റോറിയേഷൻ ഓഫ് ദ കമ്മ്യൂണിസം എന്നുള്ളത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവര് പോലും ശരിക്കത് കൃത്യമായിട്ട് പറയുന്ന സമയത്ത് എവിടെയോ പക്ഷെ പലരും ഇന്നിപ്പോ അത് തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങുന്നതാണ് കമ്മ്യൂണിസം നിലനിർത്താൻ കുറച്ച് ആൾക്കാർ വേണം. പക്ഷെ ഇതോടെ ആ കമ്മ്യൂണിസം അവസാനിക്കാൻ പാടില്ല. അങ്ങനെയുള്ള വിശ്വാസക്കാരാണ് ഞാൻ. അങ്ങനെയാണ് ഡെമോക്രസി വളരുള്ളൂ. അല്ലാതെ സ്വേച്ഛാധിപത്യം ഇങ്ങനെ നിർത്തേണ്ട സമയമായിരിക്കും. എന്തായാലും ഇതിന് അവാർഡായി എടുക്കുക, ഒരു അവാർഡായിട്ട് എടുക്കുക. താങ്ക് യു സാർ. താങ്ക് യു.